ഇന്ന് സഭയായി വിദ്യാഭ്യാസ ദിനമായി വേർതിരിച്ചിരിക്കുന്നു. ദൈവിക ഉദ്ദേശം തിരിച്ചറിയുന്നതിനുള്ള വിദ്യാഭ്യാസം എന്ന ചിന്തയാണ് ഇന്ന് ഒരുമിച്ച് സഭയായി ധ്യാനിക്കുന്നത്. ദൈവിക ഉദ്ദേശം തിരിച്ചറിയുന്നതിനുള്ള വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ദാറ്റ് ഡിസേൺസ് ഗോഡ്സ് പേർപ്പസ്. എഡ്യൂക്കേഷൻ ദാറ്റ് ഡിസേൺസ് ഗോഡ്സ് പേർപ്പസ്. നമുക്ക് ഇന്ന് എവൻഗേലിയൻ ഭാഗമായി വായിച്ചു കേട്ടത് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. യേശുവിൻ്റെ പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ രേഖപ്പെടുത്തിയിരിക്കുന്ന സെർമൺ ഓൺ മൗണ്ടിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടാണ് ഇന്ന് വിശുദ്ധ എവൻഗേലിയൻ ഭാഗമായി വായിച്ചു കേട്ടത്. ഒരു ഉപമയോടുകൂടിയാണ് സെർമൺ ഓൺ ദ മൗണ്ട് അത് ബ്രീഫ് ചെയ്തെന്ന് നമ്മളിന്ന് വായിച്ചു കേട്ടത്. കഴിഞ്ഞ VBSൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് ജീസസ് ദ ലൈഫ് ആർക്കിടെക്റ്റ് എന്നുള്ള ചിന്തയാണ്. അതിനകത്തിൽ നമ്മളൊരു ചിന്തയായി പഠിച്ചത് 2 ബിൽഡേഴ്സിൻ്റെ കഥ എല്ലാവരും ഒരുമിച്ച് ധ്യാനിച്ചതാണ്. ഇന്ന് വിദ്യാഭ്യാസ ദിനമായി വേർതിരിച്ചിരിക്കുമ്പോൾ ഒരു അധ്യാപക ദിനമായി നമ്മളെല്ലാവരും ആചരിച്ച നിമിഷത്തിൽ വിദ്യാഭ്യാസ ദിനമായി ഇന്ന് സഭയായി ആചരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. നമ്മളെ പഠിപ്പിച്ചതായ സ്കൂളിലെ അധ്യാപകർ, സൺഡേ സ്കൂളിലെ അധ്യാപകർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങൾക്കും കാരണമായത് അറിവാണ്. അറിവ് പകർന്നു തന്ന എല്ലാവരും അധ്യാപകരാണ്. അത് പഠിപ്പിക്കണമെന്ന് മാത്രമല്ല, സ്കൂളിലാകണമെന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും നമുക്ക് അറിവ് പകർന്നു തന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കാം. നമ്മളും ഈ അറിവിൻ്റെ വാഹകരാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ നമുക്കായിരിക്കാം. എല്ലാവരെയും നമുക്ക് ഒരിക്കലൂടെയും പ്രാർത്ഥനയിൽ ഓർക്കാം. യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, എന്നാൽ അതിൻ്റെ അടിസ്ഥാനം ആഴമുള്ളതാകിയാൽ അത് കുലുങ്ങിപ്പോകുകയില്ല എന്ന് വായിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, അതിൻ്റെ അടിസ്ഥാനം മണലിന്മേലാകിയാൽ അത് വീണുപോയി. വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിവ് കൂടുതൽ നേടണം എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ എപ്പോഴും ആഗ്രഹം. കാരണം ഈ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും അറിവ് സമ്പാദിക്കുന്നവർക്കാണ് കൂടുതലായി പ്രാധാന്യം നൽകുന്നത്. അറിവ് കൂടുതലുള്ളവരാണ് കൂടുതലായിട്ട് ആദരവ് ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ മാർക്കുകളോട് വിജയിക്കണം, നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഫുൾ A+ കിട്ടണം, ഏറ്റവും ടോപ്പായിട്ടുള്ളിടത്ത് പ്ലേസ്ഡ് ആവണം, നല്ല ശമ്പളം വാങ്ങിക്കണം, ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിന് ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗത്തോട് ചേർന്ന് ചിന്തിച്ചതായ ദൈവ ഉദ്ദേശം തിരിച്ചറിയുന്നതായ വിദ്യാഭ്യാസം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഭ്യസനം ലഭ്യമാകുവാൻ തക്കവണ്ണം എപ്രകാരം സാധ്യമാകുന്നുവെന്ന് ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗങ്ങളിലൂടെ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ 1-ാം പാഠഭാഗമായി വായിച്ചു കേട്ടത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നും യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മൾ പാഠഭാഗമായി ശ്ലീഹാഭാഗമായും വായിച്ചു കേട്ടു. ഈ വേദഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 കഥാപാത്രങ്ങളുണ്ട്. പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ നടന്നതായ സംഭവത്തെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് 3 കഥാപാത്രങ്ങളിലൂടെ ആണ് നാം ഇന്ന് വേദഭാഗമായി വായിച്ചു കേട്ടത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന്, നാം വായിച്ചു കേട്ടതായ അക്വിലാസ്, പ്രിസ്കില്ല എന്ന ദമ്പതികളെ പറ്റിയാണ് നാം വായിച്ചു കേട്ടത്. രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ട ഒരു കഥാപാത്രമാണ് അപ്പല്ലോസ് എന്ന കഥാപാത്രം. ഈ അപ്പല്ലോസ് എന്ന കഥാപാത്രത്തിൻ്റെ വിശേഷണം വേദഭാഗം രേഖപ്പെടുത്തുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 24 25 വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 24 25 വാക്യങ്ങൾ. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു.
27-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനം ഉള്ളവനായി തീർന്നു. അപ്പല്ലോസിൻ്റെ പ്രത്യേകതകൾ ഇന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഒന്ന്, ഹി വാസ് എ ലേൺഡ് മാൻ. അവൻ അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. തിരുവെഴുത്തുകളെപ്പറ്റി അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. അവൻ വാഗ്വൈഭവത്തോടെ പ്രസംഗിച്ചു എന്നുള്ളതാണ്. നല്ല ഒറേറ്ററി സ്കിൽ ഉള്ളൊരു മനുഷ്യനാണ്. നല്ല പ്രസംഗ ശൈലിയുള്ള, നല്ലതായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ് അപ്പല്ലോസ് എന്ന് മനസ്സിലായി. മൂന്നാമതായി, അവൻ വളരെ തീക്ഷ്ണതയോടുകൂടെ പ്രസംഗിച്ചു എന്നാണ് വായിക്കുന്നത്. അവൻ വളരെ തീക്ഷ്ണതയോടുകൂടെ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഹി സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഫെർവർ എന്നുള്ളതാണ് ആ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അപ്പല്ലോസ് എന്ന് പറയുന്നത് നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. കാരണം നല്ല അറിവുള്ള ആളാണ്, നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. എല്ലാ തരത്തിലും നല്ലൊരു അധ്യാപകൻ എന്ന രീതിയിൽ അപ്പല്ലോസിനെ നമുക്ക് ഉപമിക്കാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അപ്പല്ലോസിന് യേശുവിനെ കുറിച്ചുള്ള അറിവിൽ അധികമായി ഇച്ചിരും കൂടെ അറിവ് അപ്പല്ലോസിന് വേണമെന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പല്ലോസിൻ്റെ അറിവ് പൂർണ്ണമല്ലായിരുന്നു എന്നുള്ളത് നാം വായിക്കുന്നു. കാരണം നമ്മളവിടെ വായിക്കുന്നു, യേശുവിൻ്റെ മാർഗത്തെപ്പറ്റി ഉപദേശിച്ചിരിക്കുമ്പോഴും യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ ഈ അപ്പല്ലോസ് കേട്ടിരുന്നുള്ളൂ എന്നുള്ളത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ അറിവ് പൂർണ്ണമായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ അവൻ്റെ അറിവ് പൂർണ്ണമല്ലാതിരുന്ന സാഹചര്യത്തിൽ അക്വിലാസും പ്രിസ്കില്ലയും രണ്ടുപേരും ഈ അപ്പല്ലോസിൻ്റെ ജീവിതത്തിൽ വരുത്തിയതായ മാറ്റത്തെയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. അക്വിലാസിനെയും പ്രിസ്കില്ലായെയും വേദഭാഗങ്ങളിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് സുപരിചിതമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിലും തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലും അക്വിലാസിനെയും പ്രിസ്കില്ലായെയും നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അക്വിലാസിനെയും പ്രിസ്കില്ലായെയും നല്ലൊരു അധ്യാപകൻ്റെ മാതൃകയായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അക്വിലാസും പ്രിസ്കില്ലായും അപ്പല്ലോസിനെ ചേർത്തുകൊണ്ടു എന്നാണ് വേദഭാഗം വായിക്കുന്നത്. പൂർണ്ണത കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ചേർത്തുകൊണ്ടു എന്നുള്ളതും പൂർണ്ണതയില്ലാതെ ഇരിക്കുന്ന ഒരാളെ അംഗീകരിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു എന്നുള്ളതും രണ്ട് മാതൃകകൾ, ശ്രേഷ്ഠകരമായ അനുകരണീയമായ മാതൃകകളാണ്. ഇതേ അക്വിലാസും പ്രിസ്കില്ലായുമാണ് പൗലോസിനെ കൈക്കൊണ്ടത് എന്ന് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ ഈ അക്വിലാസും പ്രിസ്കില്ലായും പൗലോസിനെ എങ്ങനെയാണ് പ്രാണൻ വരെ വെച്ചു കൊടുക്കാൻ അവർ തയ്യാറായി എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. അപ്പോൾ അപ്പല്ലോസ് എന്ന മനുഷ്യനെ ഈ രണ്ടു പേർ ചേർന്ന് സ്വീകരിക്കുന്നു. അവനെ കൈക്കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഒരു പക്ഷേ അവനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി അവിടെ ഒരുക്കപ്പെടുകയാണ്. അങ്ങനെ അക്വിലാസും പ്രിസ്കില്ലായും ഈ അപ്പല്ലോസിന് വേണ്ടി ഒരു ഭവനം, അവരുടെ ഭവനം അവനെ ചേർത്തുകൊള്ളുവാൻ, മറ്റുള്ളൊരാളെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടപ്പോൾ സുവിശേഷത്തിൻ്റെ വർധനവിന് അത് കാരണമായി എന്നുള്ളതാണ്. വളരെ വാഗ്വൈഭവത്തോടെ പ്രസംഗിക്കുന്നതായ, വളരെ അറിവുള്ള ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം അക്വിലാസിനും പ്രിസ്കില്ലായ്ക്കും ഇടയായത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി അവരെ ചേർത്തുകൊള്ളുവാൻ അവൻ ഇടയായത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ സ്വീകരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. നമ്മളോടൊരല്പം കുറവുണ്ട് എന്ന് നമുക്ക് തോന്നുന്നവരെ അകറ്റി നിർത്താനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ കുറവുള്ളവരെന്ന് കണ്ട് അവനെ കുറ്റം വിധിക്കാതെ, മാറ്റി നിർത്താതെ, അകറ്റി നിർത്താതെ, അവനെ വളരാൻ അനുവദിക്കാതിരിക്കാതെ അവനെ ചേർത്ത് കൊണ്ടതായ അക്വിലാസ് പ്രിസ്കില്ല മാതൃക ഒരു അധ്യാപകന് പറ്റിയ മാതൃക തന്നെയാണ്. തന്നോടൊപ്പം ഉണ്ടാകുന്ന വിദ്യാർത്ഥിനികളെ അവർക്ക് കുറവുകളുണ്ട്, പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ മാറ്റി നിർത്തുവാനല്ല, അവരെ അകറ്റി നിർത്തുവാനല്ല, അവരെ പരിഹസിക്കുവാനല്ല, അവരുടെ ഒരു സദസ്സിന് മുൻപിൽ കളിയാക്കുവാനുള്ളതല്ല, എന്നാൽ ഒരു വീട് പോലെ അവരെ കണക്കാക്കി ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് വെളിച്ചത്തിന് വഴിയൊരുക്കുന്നവരാകണം നല്ല അധ്യാപകർ എന്നുള്ളതാണ്. വെളിച്ചത്തിന് വഴിയൊരുക്കുന്നവരാകണം. കാരണം അന്ധകാരമായ ജീവിതത്തിൽ ചെറിയൊരു പ്രകാശം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. നല്ലൊരു വാക്ക്, നന്നായിരുന്നു എന്നൊരു വാക്ക്, നിനക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുവാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു വാക്ക് അവരുടെ ജീവിതത്തിന് തന്നെ വെളിച്ചമായി തീരാൻ തക്കവണ്ണം സാധിക്കും. വെളിച്ചത്തിന് വഴിയൊരുക്കുന്ന നല്ല മാതൃകകളായിരിക്കാൻ
നമുക്കിടയാകണം എന്നുള്ളതാണ്. ആ വെളിച്ചത്തിന് വഴിയൊരുക്കിയ അക്വിലാസ് പ്രിസ്കില്ല അവരുടെ ഇടപെടൽ മുഖാന്തരം പറഞ്ഞത്, സംഭവിച്ചത്, അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. പ്രയോജനമുള്ളവരെ ഉളവാക്കുവാൻ തക്കവണ്ണം, പ്രയോജനമുള്ളവരെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള നിയോഗമാണ് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്നത് എന്ന ഉത്തമമായൊരു ബോധ്യം നമ്മോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമതായി, വീടായി ചുറ്റുപാടിനെ ദർശിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം സ്കൂളിനെ സ്കൂളായും വീടിനെ വീടായും നമ്മൾ കണക്കാക്കുന്നു. വീട്ടിൽ ഇടപെടുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ ഇടപെടാതെ ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോൾ നമ്മളല്ലാതൊക്കെ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. ചുറ്റുപാടിനെ വീടായി മനസ്സിലാക്കുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കുന്നു 2 ബിൽഡേഴ്സിൻ്റെ കഥയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. മണലിന്മേൽ വീട് പണിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അധികം സ്ട്രെസ് വേണ്ട, സ്ട്രെയിൻ വേണ്ട, അധികം സമയമെടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വേഗതയുടെ ലോകമാണ്. ഇന്ന് നമുക്കൊക്കെ 3G നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ അതിനൊന്നും വേഗത പോരാ എന്ന് പറയുന്ന കാലമാണ്. കാരണം 5G നെറ്റ്വർക്ക് ഉപയോഗിച്ചപ്പോൾ 3G നെറ്റ്വർക്കൊക്കെ വേണ്ട, ബ്രോഡ്ബാൻഡും 5G മാത്രം മതി എന്ന് പറയുന്നൊരു കാലമാണ്. അപ്പോൾ വേഗതയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് പണി തീർക്കുക, ഏറ്റവും പെട്ടെന്ന് പണി തീർത്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുക എന്നുള്ളതാണ്. എന്നാൽ മണലിന്മേൽ വീട് പണിതുള്ള മനുഷ്യനെ ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ബുദ്ധിയുള്ള മനുഷ്യർ എന്നുള്ളത് രേഖപ്പെടുത്തുമ്പോൾ ഒബീഡിയൻറ്റ് ടു ഗോഡ് എന്നുള്ളൊരു പദത്തിലാണ് 7 തവണ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നത്. ഒബീഡിയൻറ്റ് ടു ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തോടുള്ള അനുസരണത്തിലാണ് ബുദ്ധിയെ അളക്കുന്നത്. ദൈവത്തോടുള്ള അനുസരണത്തിലാണ് ബുദ്ധിയെയും പരിജ്ഞാനത്തെയും അളക്കുന്നുള്ളതെങ്കിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയ മാർക്കുകളോ സർട്ടിഫിക്കറ്റുകളിലെ നമ്മളുടേതായ നേട്ടങ്ങളോ ഒക്കെ അപ്പുറമായി ദൈവത്തോടുള്ള അനുസരണമാണ് എൻ്റെ പരിജ്ഞാനത്തെ അളക്കുന്നതെങ്കിൽ എത്രമാത്രം സ്കെയിലിൽ എനിക്ക് മാർക്ക് കൊടുക്കാൻ എനിക്ക് തന്നെ പറ്റും എന്നുള്ളതാണ്. ദൈവമേ, നിന്നോടുള്ള അനുസരണത്തിൽ പരിജ്ഞാനത്തിൽ വളരാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് പെട്ടെന്ന് തീർത്താൽ അത്രയും ആശ്വാസം, വളരെ ചുരുങ്ങിയ ചെലവിൽ വേഗതയിൽ തീർത്താൽ അത്രയും ആശ്വാസം. എന്നാൽ ആ വീട് പണിയുമ്പോൾ ഏറ്റവും പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ല എങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എത്ര നമ്മൾ പടി തീർച്ചയാലും, അതിൻ്റെ മുകളിൽ എത്ര നല്ല വില കൂടിയ പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാലും, അതിനകത്തിൽ എത്ര ഇൻറ്റീരിയർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, അതിനെ പ്രതിസന്ധി അതിജീവിക്കാൻ അത് പ്രാപ്തമല്ല എങ്കിൽ അത് തകർന്നു വീഴും. അതിൻ്റെ വീഴ്ച വലിയതായിരിക്കും. കാരണം ഏറ്റവും നല്ലത് എന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പണി തീർത്ത വീട് എന്ന് പറയിപ്പിച്ചതാണ്. എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിച്ചപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ സാധ്യമാകാതെ വന്നപ്പോൾ ലോകമൊക്കെയും പറഞ്ഞു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നുവെന്ന്. എന്നാൽ ഒരു മനുഷ്യൻ ക്ഷമയോടെ സഹനത്തോടെ നിൽക്കുകയാണ്. അവൻ പാറയെ അതിനുവേണ്ടി വീടിനായി ഒരുക്കുകയാണ്, അടിസ്ഥാനപ്പെടുത്തുകയാണ്. നല്ല അടിസ്ഥാനത്തിന് സമയമെടുക്കും. നേഴ്സറിയിൽ വിട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിന് അടിസ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കുമാരവകുപ്പോടുകൂടി എന്നാൽ സൺഡേ സ്കൂളിൽ പഠനം നിർത്തിയേക്കാം, ഇനി വേണ്ട എന്നുള്ളത്, ഇനി മത്സരങ്ങൾക്ക് മാത്രം പോയാൽ മതി, സൺഡേ സ്കൂളിൽ പോകേണ്ട എന്ന് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ? നല്ല അടിസ്ഥാനത്തിന് നല്ല സമയമെടുക്കും. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ സമയമെടുത്തു, അവൻ അധ്വാനിച്ചു, പണിതു. അവൻ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അവൻ്റെ വീട് സജ്ജമായിരുന്നു. കാരണം ദൈവോദ്ദേശം തിരിച്ചറിയുവാൻ തക്കവണ്ണം അവൻ സജ്ജമായിരുന്നു. പ്രതിസന്ധി അതിജീവിക്കാനും ദൈവോദ്ദേശം തിരിച്ചറിയുവാനും അവൻ സജ്ജമായിരുന്നു. അതുകൊണ്ടാണ് അവനോട് ദൈവം പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഈ ദൈവിക പരിജ്ഞാനത്തിലും വളരുവാനും നമ്മൾ എത്രമാത്രം സജ്ജരാണ്. ഇതിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാൻ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം എനിക്കൊരു വാതിൽ ഒരുക്കും എന്നുള്ളതുകൊണ്ട് ലോകമെല്ലാം പറയും ഇതോടെ നീ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും സാധ്യതകളുണ്ട്.
മറിയയുടെയും ലാസറിൻ്റെയും ഭവനത്തിൽ വരുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർ പറയുന്നു, മാർത്തയും മറിയം പറയുന്നു, ഇത് അവസാനമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും സാധ്യതകളുണ്ട്. അവിടെയാണ് ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്തിൽ യേശു തമ്പുരാൻ്റെ ഇടപെടലിലൂടെ ലാസർ മരണത്തെ അതിജീവിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ ദൈവോദ്ദേശം കണ്ടെത്തുവാൻ തക്കവണ്ണം എത്രമാത്രം നാം ഇന്ന് സജ്ജരാകുന്നു എന്ന് ശാന്തമായി ചിന്തിക്കണം. ദൈവമേ, ഈ ലോകത്തെ ഒരു വീടായി കണക്കാക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണലിന്മേൽ അവന് വേണ്ടി പണിതവൻ അവന് വേണ്ടി മാത്രം ചിന്തിച്ച ഒരാളാണ്. കാരണം അവൻ്റെ കാലത്തിൽ വീട് വീടരുത്, അവൻ്റെ കാലത്തിൽ വീട് വീടരുത്, അവൻ്റെ കാലം എല്ലാം സുരക്ഷിതമാകുമെന്നൊരു ചിന്തയാണ്. അല്ല, നമ്മൾ ഈ നിൽക്കുന്ന കാലം ഒട്ടും സുരക്ഷിതമല്ല. നമ്മൾ ഈ നിൽക്കുന്ന കാലം ഒട്ടും സുരക്ഷിതമല്ല. അതുകൊണ്ട് നല്ല അധ്യാപകരെന്ന് പറയുന്നത് ഈ കാലത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന അറിവ്, പരിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ശാന്തമായി ഒന്ന് ചിന്തിക്കാം. യേശു ഈ ഉപമ പറയുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികളൊക്കെയും ചെയ്തു എന്ന് പറയുമ്പോൾ യേശു അവരോട് പറയുന്ന, അവർ വിശേഷിപ്പിക്കുന്നൊരു വാക്ക് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ്. ആരെയാ വിളിച്ച് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന്? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തവരോട് പറയുകയാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നുള്ളത്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ചെയ്തില്ല. അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ചെയ്തില്ല. ദൈവത്തോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ദൈവമേ, എൻ്റെ സഹോദരനോടൊരു വീടായി നിരക്കാൻ തക്കവണ്ണം ഞാൻ ഇന്ന് തയ്യാറാണ്. പറഞ്ഞു, ചെയ്തില്ല. ദൈവമേ, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഈ വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ, വിശുദ്ധ കുമ്പസാരത്തിന് മുൻപാകെ നമ്മൾ എത്രയോ തവണ പറഞ്ഞു, ചെയ്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഴ്ച വലിയതായിരിക്കുമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമേ, നിന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ചെയ്യാതെ പോയി. ഒരു വിദ്യാലയ വർഷാരംഭത്തിൻ്റെ സമർപ്പണത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ പല ഉടമ്പടികളും എനിക്ക് പാലിക്കാൻ പറ്റാതെ പോയി. എൻ്റെ ദൈവത്തോട് ചെയ്ത പല ഉടമ്പടികളും ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി. ദൈവമേ, എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ലോകം ഒരു വീടാകുന്നതും ബന്ധങ്ങളുടെ സൗന്ദര്യം അവിടെ ഉണ്ടാകുന്നതും അവിടെ ലോകം നന്നാകുന്നതും. അങ്ങനെ നല്ല ഭവനങ്ങൾ സൃഷ്ടിക്കുന്ന നല്ല അധ്യാപകരായിരിക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. വെളിച്ചത്തിന് വഴിയൊരുക്കുന്നവരായിരിക്കാൻ, സർവവും ഒരു വീട് സമാനമായി ദർശിക്കുന്നവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ.